അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തം ജീവൻ രക്ഷാ പതക്കങ്ങൾ സമ്മാനിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ ജീവൻ രക്ഷാ പതക്കിന് അർഹരായവരെ 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആദരിക്കുന്നു. ശ്രീ മുഹമ്മദ് ഷാമിൽ സി. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ മുഹമ്മദ് ഷാമിൽ 2025 ജൂലൈ 13 വീട്ടിനടുത്തുള്ള ആഴമേറിയ കുളത്തിൽ അപകടത്തിൽപ്പെട്ട 3 പെൺകുട്ടികളെയാണ് തന്റെ സമയോചിതമായ ഇടപെടലിലൂടെ മരണമുഖത്തു നിന്നും തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ആഴവും ചെളിയുമുള്ള വെള്ളത്തിലേക്ക് ഒട്ടും മടിക്കാതെ എടുത്തു ചാടി 2 കുട്ടികളെ കരക്കെത്തിച്ച ഷാമിൽ 3ാമത്തെ കുട്ടിക്കായി വീണ്ടും വെള്ളത്തിലേക്ക് ഊളിയിടുകയായിരുന്നു. ബോധരഹിതയായി കണ്ടെത്തിയ 12 വയസ്സുകാരിക്ക് സ്കൂളിൽ നിന്ന് പഠിച്ച CPR വിദ്യകൾ ഉപയോഗിച്ച് തൽക്ഷണം പ്രഥമ ശുശ്രൂഷ നൽകി ജീവൻ നിലനിർത്താൻ ഷാമിലിനായി. ഈ 18കാരന്റെ അസാമാന്യ ധീരതയും അറിവും ഒരു വലിയ ദുരന്തമാണ് ഒഴിവാക്കിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഉത്തം ജീവൻ രക്ഷാ പതക് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ മുഹമ്മദ് ഷാമിലിനെ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ജീവൻ രക്ഷാ പതക് ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നത് കൊല്ലം പുത്തൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ശ്രീ ജയേഷ് TJ ആണ്. 2024 സെപ്റ്റംബർ 28 പട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്ന SI ജയേഷിന് ഒരു വയോധിക കിണറ്റിൽ വീണുവെന്ന് അടിയന്തര സന്ദേശം ലഭിക്കുന്നു. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ അദ്ദേഹം ചെളിയും പായും മൂടിയ വായു സഞ്ചാരം വളരെ കുറഞ്ഞ 45 അടി താഴ്ചയുള്ള കിണറ്റിലേക്ക് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച് ഇറങ്ങിച്ചെല്ലുകയായിരുന്നു. ബോധരഹിതയായി വെള്ളത്തിൽ കിടന്ന 74കാരിയായ രാധമ്മയെ ഏകദേശം 40 മിനിറ്റോളം കയ്യിൽ താങ്ങി നിർത്തി പ്രഥമ ശുശ്രൂഷ നൽകി സുരക്ഷിതമായി പുറത്തെത്തിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടി സ്വന്തം ബോധം മറഞ്ഞിട്ടും പതറാതെ ധീരത കാട്ടിയ ജയേഷിന്റെ സഹജീവി സ്നേഹവും നിശ്ചയദാർഢ്യവും സമാനതകളില്ലാത്തതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ജീവൻ രക്ഷാ പതക് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ ജയേഷ് TJ ആദരവോടെ ക്ഷണിക്കുന്നു. അടുത്തതായി ജീവൻ രക്ഷാ പതക്കിനായി ക്ഷണിക്കുന്നത് കണ്ണൂരിലെയും കാസർകോട്ടിലെയും 5 ധീരന്മാരായ കൂട്ടുകാരെയാണ്. 2024 ഒക്ടോബർ 19 കളിക്കാനായി പോകുന്നതിനിടെ സമീപത്തെ കുളത്തിൽ നിന്ന് നിലവിളി കേട്ട് ഓടിയെത്തിയ ഈ 5 കൂട്ടുകാർ കണ്ടത് വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന 2 ചെറിയ കുട്ടികളെയാണ്. ഭയന്ന് പിന്മാറാതെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ചും ഒത്തൊരുമയോടെയുള്ള പരിശ്രമത്തിലൂടെയും അവർ ഈ 2 കുട്ടികളെയും സുരക്ഷിതമായി കരക്കെത്തിക്കുകയായിരുന്നു. ഈ 5 സുഹൃത്തുക്കളുടെ സമയോചിതമായ ഇടപെടലും കൂട്ടായ്മയുടെ കരുത്തുമാണ് പയ്യന്നൂരിലെ പ്രകൃതീശ്വരനും ഋദ്ധിക്കിനും പുനർജന്മമേകിയത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ജീവൻ രക്ഷാ പതക് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഈ 5 കൂട്ടുകാരെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മാസ്റ്റർ ആകാശ് KP, ശ്രീ ഹാഷിഖ് മോഹൻ, മാസ്റ്റർ ഋതുനന്ദ് C, മാസ്റ്റർ വൈശാഖ് K, മാസ്റ്റർ യദുനന്ദ് C, അടുത്തതായി ഈ പരേഡിൽ പങ്കെടുത്ത ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രോഫിയും മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫിയും ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. പരേഡിൽ പങ്കെടുത്ത ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റിനുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ട്രോഫി അദ്ദേഹം സമ്മാനിക്കുകയാണ്. ഏറ്റവും നല്ല പോലീസ് കണ്ടിജന്റ് ഇന്ത്യ റിസർവ് ബറ്റാലിയൻ.
അടുത്തതായി മികച്ച ടേൺ ഔട്ടിനുള്ള സംസ്ഥാന പോലീസ് മേധാവിയുടെ റോളിംഗ് ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. മികച്ച ടേൺ ഔട്ട് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്. അടുത്തതായി ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റിനുള്ള സിറ്റി ജില്ലാ പോലീസ് മേധാവിയുടെ ട്രോഫികൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നു. ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ഏറ്റവും നല്ല നോൺ പോലീസ് കണ്ടിജന്റ് ജൂനിയർ സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് ഗേൾസ്, അടുത്തതായി സായുധ സേനാ പതാക ദിന ഫണ്ടിലേക്ക് ഏറ്റവും കൂടുതൽ തുക സമാഹരിച്ചവർക്കുള്ള ട്രോഫി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകുന്നു. ഒന്നാം സമ്മാനം തിരുവനന്തപുരം ജില്ല. പ്രോത്സാഹന സമ്മാനം കാസർഗോഡ് ജില്ല. NCCക്കുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സമ്മാനിക്കുന്നു. മികച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ള മുഖ്യമന്ത്രിയുടെ ട്രോഫി അദ്ദേഹം സമ്മാനിക്കുകയാണ്. സ്ഥാപനം PSMO കോളേജ്, തിരൂരങ്ങാടി, മലപ്പുറം. അടുത്തതായി മികച്ച NCC ബറ്റാലിയൻ 29th കേരള ബറ്റാലിയൻ NCC തേഞ്ഞിപ്പാലം, മലപ്പുറം.